ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആ സന്ദർഭമായിരുന്നു അത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് വരുന്ന ആ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് ഹൃദയമിടിപ്പോടുകൂടി സഹോദരിയും ഭർത്താവും ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം ആ ഏടുകളിലൂടെ തന്റെ കണ്ണുകൾ ഓടിച്ചു. ഖുർആന്റെ ആശയ ഗാംഭീര്യമുള്ള വചനങ്ങൾ, അദ്വിതീയമായ ശൈലി, അപാരമായ വശ്യശക്തി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കി. ആ വചനങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം പ്രകമ്പിതമായി, കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി, മനസ്സലിഞ്ഞു, കോപം ചോർന്നൊലിച്ചു, വികാരം ശമിച്ചു, വിവേകമുണർന്നു, ചിന്തകൾ ഉണർന്നു. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ഇത് ലോകങ്ങളുടെ നാഥനായ രക്ഷിതാവിൽ നിന്ന് അവതീർണമായ വേദഗ്രന്ഥമാണ് എന്ന് അദ്ദേഹത്തിന് 100% ബോധ്യപ്പെടുകയും പിന്നെ താമസിച്ചില്ല. ഊരിപ്പിടിച്ച വാളുമായി നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ഇരിക്കുന്ന വീട്ടിലേക്ക് പാഞ്ഞു ചെന്ന് കതകിൽ മുട്ടി വിളിച്ചുകൊണ്ട് തുറക്കുവാൻ പറയുന്നു. സഹാബിമാർ പതറിപ്പോയി. വാളുമായി നിൽക്കുന്ന ഉമറിനെയാണ് അവർ കാണുന്നത്. അവർക്കറിയില്ലായിരുന്നു ഈ വാളിനി ഒരിക്കലും സത്യവിശ്വാസികൾക്ക് നേരെ നീളുകയില്ല, മറിച്ച് സത്യവിശ്വാസികൾക്ക് നേരെ ഓങ്ങുന്ന വാളുകൾ തടയാനുള്ളതാണ് എന്ന്. അവർക്കറിയില്ലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിക്കാനായിട്ട് ഉറയിൽ നിന്നൂരിയ വാൾ ഇനി ഒരിക്കലും പ്രവാചകന്റെ നേരെ നീളുകയില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെ ഓങ്ങുന്ന വാളുകൾ തടയാനുള്ളതാണ് എന്ന് അവർക്കറിയില്ലായിരുന്നു. മുൻകോപിയും സ്വാർത്ഥനും മദ്യപാനിയും എല്ലാമായിരുന്ന ഉമർ എന്ന വ്യക്തി ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുൻപിൽ ശാന്തനായ ഒരാട്ടിൻകുട്ടിയെ പോലെ ആയിരിക്കുമെന്ന് അവർക്കറിയില്ലായിരുന്നു. ഇസ്ലാമിനെ തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഉമർ ഇസ്ലാമിന്റെ ശക്തനായ വക്താവും പ്രബോധകനും ആയി മാറിയിരിക്കുകയാണ് എന്ന്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും ഖത്താബ് മുസ്ലിം ആകില്ല എന്ന് തെറ്റിദ്ധരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് അതാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നാവിലൂടെ പ്രഖ്യാപിക്കുകയാണ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഈ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അനുയായികളുടെയും മനസ്സിലുണ്ടാക്കിയ വികാരം വാക്കുകൾ കൊണ്ട് വിവരിക്കുക സാധ്യമാണ്. താൻ ഇസ്ലാമായ സത്യം മറച്ചു വെക്കുവാനോ ഒളിച്ചു വെക്കുവാനോ അദ്ദേഹം തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസം സ്വീകരിച്ചുടനെ തന്നെ ഇസ്ലാമിന്റെ കഠിന ശത്രുവായ അബൂജഹലിന്റെ വീട് പടിക്കൽ ചെന്നിട്ട് കതകിൽ തട്ടി വിളിച്ചുകൊണ്ട് ഞാൻ മുസ്ലിമായി എന്ന് പ്രഖ്യാപിച്ചതും വിശുദ്ധ കഅബാലയത്തിൽ ചെന്ന് അത് പരസ്യമായി വിളംബരം ചെയ്തതും ഏകനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുവാനും അവനോട് മാത്രം പ്രാർത്ഥിക്കുവാനും അവനോട് മാത്രം ദൈവിക സഹായം തേടുവാനുമായിട്ട് അവന്റെ കൽപ്പന പ്രകാരം നിർമ്മിക്കപ്പെട്ട വിശുദ്ധ കഅബാലയത്തിൽ അതിന്റെ അവകാശികൾക്ക് തന്നെ പ്രവേശനം നിഷേധിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിന് സഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. അതുകൊണ്ട് വിശ്വാസം സ്വീകരിച്ചതിന്റെ 3-ാം നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, നാം സത്യമാർഗത്തിലല്ലേ ജീവിച്ചാലും മരിച്ചാലും? പ്രവാചകൻ പറഞ്ഞു, അതേ ഉമർ. അപ്പോൾ മഹാനായ ആ വിശ്വാസി ചോദിച്ചു, എങ്കിൽ നാം എന്തിനു മറഞ്ഞിരിക്കണം? അള്ളാഹു കൽപ്പിച്ചത് ഉത്ബോധിപ്പിക്കുവാനായിട്ട് നമുക്ക് പരസ്യമായി പുറപ്പെടാം. ആ ധീര സഹാബിയുടെ വാക്കുകൾ പ്രവാചകന് നിഷേധിക്കുവാൻ സാധിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകി. എന്നിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും നേതൃത്വത്തിൽ 2 നിരകളായിട്ട് വിശുദ്ധ കഅബാലയത്തിൽ ചെന്ന് ഏകനായ സൃഷ്ടാവിനോട്, ഏകനായ അല്ലാഹുവിനോട് അവർ പ്രാർത്ഥിച്ചു. നിസ്സഹായരായി നോക്കി നിൽക്കാനല്ലാതെ തടയുവാൻ ഖുറൈശികൾക്ക് ധൈര്യമുണ്ടായില്ല. ഉമർ ഇസ്ലാം സ്വീകരിച്ച വാർത്ത കാതുകളിൽ നിന്നും കാതുകളിലേക്കും നാടുകളിൽ നിന്നും നാടുകളിലേക്കും പ്രചരിക്കുകയും അത് സത്യവിശ്വാസികളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുവാനും അവിശ്വാസികളുടെ മനോവീര്യം തകർക്കുവാനും സാധിച്ചു. വിദൂരമായ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തവർ പോലും തിരിച്ചു വരികയായിരുന്നു. ഇസ്ലാമിക ആ തത്വങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ ദീപ്തമാക്കുകയും ആ സന്ദേശങ്ങളുമായിട്ട് അനായാസം സഞ്ചരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ തത്വങ്ങൾ അദ്ദേഹത്തിന്റെ രക്തത്തിൽ മജ്ജയിലും അലിഞ്ഞു ചേർന്ന് നിന്നു. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ രൂപകൽപ്പനയിൽ സാരമായ സംഭാവനകൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. നമസ്കാരത്തിലേക്ക് ക്ഷണിക്കേണ്ടത് മണിയടിയിലൂടെ ആയിരിക്കരുത്, ബാങ്കുവിളിയിലൂടെ ആയിരിക്കണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് സ്വപ്നത്തിലൂടെ തോന്നുകയും അത് പ്രവാചകനോട് പറയുകയും പിന്നീട് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതിന് അനുവാദം നൽകുകയും അങ്ങനെയാണ് ബാങ്കുവിളി ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ തന്നെ സത്യവിശ്വാസികളുടെ വസ്ത്രധാരണം, മദ്യനിരോധനത്തിന്റെ കാര്യം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിടം പ്രാർത്ഥനായിടമാക്കുന്ന വിഷയം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീടുകളിലേക്ക് പ്രവേശനത്തോടുകൂടി അനുവാദം ചോദിച്ച് കടന്നു ചെല്ലുന്ന വിഷയം, ഇതെല്ലാം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ തോന്നുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുകയും പിന്നീട് ഖുർആനിക വചനങ്ങൾ അവതീർണമാവുകയുമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത്, സത്യം അല്ലാഹു ഉമറിന്റെ നാവിലിട്ട് കൊടുക്കുന്നു, ഉമറാകട്ടെ ആ സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന്. എങ്കിലും ഒരു സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു ചെറിയ വിശ്വാസപരമായിട്ടൊരു പാളിച്ച് സംഭവിച്ചു. തന്റെ പ്രാണനേക്കാളുപരി, തന്റെ ഭാര്യയെയും സന്താനങ്ങളെക്കാളുപരി, തന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെക്കാളുപരി, ധനത്തെയും സമ്പത്തിനേക്കാളുപരി, സ്വപ്നങ്ങളെയും സങ്കല്പങ്ങളെയും അഭിലാഷങ്ങളെക്കാളുപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സ്നേഹിച്ചു കൊണ്ടായിരിക്കാം പ്രവാചകന്റെ മരണം വിശ്വസിക്കുവാൻ സാധിക്കാതെ വാളുമെടുത്തുകൊണ്ട് ഭ്രാന്തനെ പോലെ ഉമർ റളിയല്ലാഹു അലറി, മുഹമ്മദ് മരിച്ചിരിക്കുന്നുവെന്ന് ചില മുനാഫിക്കുകൾ പറയുന്നു. അള്ളാഹുവാണ് സത്യം, മുഹമ്മദ് മരിച്ചിട്ടില്ല. ഇമ്രാന്റെ പുത്രൻ മൂസ അള്ളാഹുവിങ്കലേക്ക് പോയപ്പോൾ ആളുകൾ പറഞ്ഞു മൂസ മരിച്ചുവെന്ന്. എന്നാൽ 40 നാളുകൾക്ക് ശേഷം മൂസ തിരിച്ചു വന്നതുപോലെ മുഹമ്മദും തിരിച്ചു വരും. അതുകൊണ്ട് മുഹമ്മദ് മരിച്ചുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ ശിരസ് ഛേദിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വൈകാരികതയുടെ ആവേശത്താൽ സ്വയം മറന്നൊരു ഭ്രാന്തനെ പോലെ അലറിയിരുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വരേണ്ടി വന്നു. മതപ്രഭാഷണങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മഹനീയമായ ഒരു പ്രഭാഷണത്തിലൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് തിരുത്തി ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ ഇതാ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് പോകാം. എന്നാൽ നിങ്ങൾ ആരാധിക്കുന്നത് അള്ളാഹുവിനെയാണ് എങ്കിൽ അവന് മരണമില്ല, അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുലുൻ എന്ന വചനങ്ങളിലെ മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്, അദ്ദേഹത്തിന് മുൻപും പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മരിക്കുകയോ വധിക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയോ, അങ്ങനെ പിന്തിരിഞ്ഞു പോയാൽ അള്ളാഹുവിനൊന്നും നഷ്ടപ്പെടാനില്ല, നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുമെന്ന വാക്കുകൾ ഓതിക്കേട്ടതോടുകൂടി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സത്യം ബോധ്യപ്പെടുകയും ആ കൈകളിൽ നിന്നും വാള് നിലത്ത് വീഴുകയും ചെയ്തു. എന്നിട്ട് തളർന്നവിടെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണം മുസ്ലിങ്ങളെ അമ്പരപ്പിച്ചു. ധീരയോദ്ധാക്കൾ പോലും പതറിപ്പോയി, സഹാബിമാർ പോലും പരിഭ്രാന്തരായി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ അവർക്ക് പിതാവിനെ പോലെയായിരുന്നു, സഹോദരനെ പോലെയായിരുന്നു, സുഹൃത്തിനെ പോലെയായിരുന്നു, ദൗത്യവാഹകനായിരുന്നു, പ്രവാചകനായിരുന്നു, വിമോചകനായിരുന്നു. ഇനി യഥാർത്ഥ തൗഹീദിലൂടെ ഞങ്ങളെ ആരാണ് നയിക്കുവാൻ പോകുന്നത്? നന്മയെയും തിന്മയെയും സംബന്ധിച്ച് ഞങ്ങളെ ആരാണ് ബോധ്യപ്പെടുത്തുവാൻ പോകുന്നത്? സാമുദായികമായിട്ടും ഗോത്ര വഴക്കുകൾ ഉണ്ടാകുമോ എന്നീ ഭയങ്ങൾ മുസ്ലിങ്ങളുടെ മനസ്സുകളിലേക്ക് കടന്നു ചെന്ന സന്ദർഭത്തിൽ ഇത്തരം ഘട്ടങ്ങളിൽ മനുഷ്യ മനസ്സുകളിൽ സ്വാഭാവികമായിട്ടും അധികാരമോഹത്തിന്റെ വിത്തുകൾ മുളച്ചു വരാനുള്ള സാഹചര്യമുള്ള ഘട്ടത്തിലാണ് എല്ലാവരും കേൾക്കെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ താങ്കൾ കൈനീട്ടു, താങ്കളെയാണല്ലോ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുവാൻ പ്രവാചകൻ നിയോഗിച്ചത്. പ്രവാചകൻ മനസ്സിൽ ഉദ്ദേശിച്ച ഖലീഫയാണ് താങ്കൾ. പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അബൂബക്കർ തന്നെയാകട്ടെ ഞങ്ങളുടെ ഖലീഫ. ഞാനിതാ അനുസരണ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ വാക്കുകൾ അവിടെ കൂടിയിരുന്നവരുടെ മനസ്സുകളെ സ്പർശിച്ചു. അധികാരത്തിന്റെ മോഹങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില ആളുകൾ പോലും അത് അവിടെ നിന്ന് പിഴുതെറിഞ്ഞു. അബൂബക്കറിനെയാണ് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുവാൻ പ്രവാചകൻ നിയോഗിച്ചതെന്ന് ഓർമ്മപ്പെടുത്തി ഉമർ. അബൂബക്കറിനെയാണ് പ്രവാചകൻ ഖലീഫയായി മനസ്സിൽ കണ്ടത് എന്ന് പ്രഖ്യാപിച്ച ഉമർ, അബൂബക്കറാണ് ഖലീഫ എന്ന് ഉത്ബോധിപ്പിച്ച ഉമർ. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു, മത്സരങ്ങൾ ഉണ്ടായിരുന്നു, തർക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊരിക്കലും ഭൗതികമായ മോഹങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല, അധികാരത്തിന് വേണ്ടിയായിരുന്നില്ല. മറിച്ച് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഓരോ സാഹചര്യങ്ങളിലും സത്യവിശ്വാസികൾക്ക് ഗുണകരമായി എടുക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ചായിരുന്നു, പരലോക വിജയത്തിന് വേണ്ടിയായിരുന്നു. ഇല്ലെങ്കിൽ അബൂബക്കറാണ് ഖലീഫയെന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കലും പറയുമായിരുന്നില്ല.
ഏതൊരു വിശ്വാസിയുടെയും ഒരു മുഖമുദ്രയുണ്ട്, തെറ്റുപറ്റിയാൽ അത് ഏറ്റുപറയുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണസമയത്ത് താൻ പ്രതികരിച്ച രീതി ഇസ്ലാമിക തത്വങ്ങൾക്ക് നിരക്കാത്തതാണ് എന്ന ബോധമുണ്ടായപ്പോൾ പിറ്റേന്ന് തന്നെ പ്രവാചകന്റെ ഖബറടക്കത്തിന്റെ പിറ്റേന്ന് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മഹാനായ വിശ്വാസി പറഞ്ഞു, ഞാൻ ഇന്നലെ നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു, അത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതല്ല, അവന്റെ ദൂതൻ എനിക്ക് പറഞ്ഞു തന്നതുമല്ല. നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ പറഞ്ഞതാണ്. പ്രവാചകന്റെ ഗ്രന്ഥം, നമ്മുടെ അള്ളാഹുവിന്റെ ഗ്രന്ഥം നമ്മുടെ കൈവശമുണ്ട്. അത് കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർമാർഗം പ്രാപിച്ചത്. ആ ഗ്രന്ഥം മതി നമുക്കും നേർമാർഗം പ്രാപിക്കുവാൻ. അധികാരം ഏറ്റെടുത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നടത്തിയ പ്രഭാഷണമാണ് ലോക ചരിത്രത്തിൽ ഇന്നുവരെയും ഭരണാധികാരികൾ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളിൽ ഏറ്റവും മഹനീയവും തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ടത്. ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭരണാധികാരിയായിരിക്കുകയാണ്, എന്നാൽ എനിക്ക് നിങ്ങളെക്കാൾ യാതൊരു ഔന്നത്യവുമില്ല. ഞാൻ നന്മയാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ എന്നെ പിന്തുണക്കുക, ഞാൻ തെറ്റാണ് ചെയ്യുന്നത് എങ്കിൽ എന്നെ നിങ്ങൾ തിരുത്തുക. നിങ്ങളിൽ ദുർബലൻ എന്റെ കൺമുൻപിൽ ശക്തനായിരിക്കും. അയാളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത് വരെ നിങ്ങളിൽ ശക്തൻ എന്റെ കൺമുൻപിൽ ദുർബലനായിരിക്കും. ഞാൻ ഖുർആനും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ ഭരിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്നെ അനുസരിക്കുക, ഇല്ലെങ്കിൽ എന്നെ അനുസരിക്കുവാനുള്ള യാതൊരു ബാധ്യതയുമില്ല. എവിടെ കിടക്കുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു? എവിടെ കിടക്കുന്നു പല ഈ മുസ്ലിം നാമം ധരിച്ച ഈ ആധുനിക കാലഘട്ടത്തിലെ ഭരണാധികാരികളെന്ന് നിങ്ങൾ ചിന്തിക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരിക്കുമ്പോഴും തന്റെ അഭിപ്രായ ഭിന്നതകൾ ഉമർ റളിയല്ലാഹു അൻഹു വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, താങ്കളാണ് എന്നേക്കാൾ ശക്തൻ. അതിന് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, ആ ശക്തി എപ്പോഴും താങ്കളോടൊപ്പമായിരിക്കുമെന്ന്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് രോഗം ബാധിച്ചു. മരണം അടുത്തെത്തി എന്ന ബോധമുണ്ടായപ്പോൾ ജനങ്ങളെ യഥാർത്ഥ തൗഹീദിലൂടെ നയിക്കുന്ന, അവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന, അവരെ ഭിന്നിപ്പിക്കാത്ത, അവരോട് അതിക്രമം കാണിക്കാത്ത, അവരെ ചൂഷണം ചെയ്യാത്ത ഒരു പിൻഗാമിയെ തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അത്തരം ഗുണങ്ങളുള്ള ഒരുപാട് ആളുകളുള്ള ആ ഉത്തമ നൂറ്റാണ്ടിൽ പോലും അവരിൽ ഏറ്റവും ഉത്തമൻ ആരെന്ന് തീരുമാനിക്കുവാൻ 2 വട്ടം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ചിന്തിക്കേണ്ടി വന്നില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, താങ്കളെയാണ് ഞാൻ എന്റെ പിൻഗാമിയായി കാണുന്നത്. ഉത്തരം പ്രതീക്ഷിച്ചതായിരുന്നു. ഇത് പറയുവാനാണ് താങ്കൾ എന്നെ വിളിച്ചത് എന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും വരുമായിരുന്നില്ല. താങ്കൾ മറ്റാരെയെങ്കിലും കാണുക, അബൂ ഉബൈദയായിക്കൊള്ളട്ടെ. ഉമറിനെ അല്ലാതെ ആരെയും സങ്കല്പിക്കുവാൻ കഴിയാതിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഉബൈദ സത്യസന്ധനാണ്, പക്ഷേ ശക്തനല്ല. ഇന്ന് നാം റോമൻ പേർഷ്യൻ സാമ്രാജ്യത്വ ശക്തികളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇസ്ലാം പരാജയപ്പെട്ടാൽ ഇസ്ലാമിന്റെ പ്രകാശം അവിടെ അണക്കപ്പെടും. അതിന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആനിക വചനങ്ങൾ കൊണ്ട് മറുപടി നൽകി, യുരീദൂന ലിയുത്ഫീ നൂറല്ലാഹി ബഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂറിഹി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ പ്രകാശത്തെ അണയ്ക്കുവാൻ, കെടുത്തുവാൻ ബഹുദൈവ വിശ്വാസികൾ അവരുടെ വായകൾ കൊണ്ട് ശ്രമിക്കുന്നു. അവർ എത്ര ശ്രമിച്ചാലും അല്ലാഹു തന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്, അബൂബക്കർ, താങ്കൾക്ക് എങ്ങനെയാണ് എന്നെ പിൻഗാമിയായി ഭരണാധികാരിയായി നിയമിക്കുവാൻ സാധിക്കുന്നത്? യുദ്ധമുതലുകളുടെ വിതരണം, ഖാലിദിന്റെ പ്രശ്നം, അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളിൽ നാം തമ്മിൽ അഭിപ്രായ ഭിന്നതയില്ലേ? അതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, ഏതൊരു ഭരണാധികാരിയും ഏതൊരു ഉന്നത ഉദ്യോഗത്തിലിരിക്കുന്ന വ്യക്തിയും അറിയേണ്ടതാണ്, പിൻപറ്റേണ്ടതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ, അത് തന്നെയാണ് താങ്കളുടെ യോഗ്യത. മനസ്സിലുള്ളത് സത്യസന്ധമായി വെട്ടിത്തുറന്ന് പറയുന്നവരെയാണ് ഈ സമൂഹത്തിന് ഇന്ന് ആവശ്യം. വാസ്തവത്തിൽ എന്നേക്കാൾ ശക്തൻ താങ്കളായിരുന്നു. പ്രവാചകന്റെ മരണശേഷം എന്നേക്കാൾ ഖലീഫയാകുവാനും യോഗ്യൻ താങ്കളായിരുന്നു. അഭിപ്രായ ഭിന്നത ഭയന്നില്ലായിരുന്നുവെങ്കിൽ അതായിരുന്നു നല്ലത്. ഗത്യന്തരമില്ലാതെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, പരലോകത്ത് വെച്ച് വിചാരണയുടെ നാളുകളിൽ എന്റെ ഭാരം ചുമക്കുവാൻ താങ്കൾ ഉണ്ടാകില്ലല്ലോ എന്ന്. അതിനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മറുപടി ഉണ്ടായിരുന്നു. ഒരു തണലും ലഭിക്കാത്ത സന്ദർഭത്തിൽ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ ഒന്നുമർ സത്യസന്ധനായ നീതിമാനായ